ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കോമഡി ജോണറാണ്, എൻ്റർടൈനറാണ്, ഫാമിലിക്കും യൂത്തിനും പറ്റുന്ന സിനിമയാണ്. സോ ഐ എം ഹാപ്പി. ആയില്ലേ? താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അല്ലേ. സച്ച് എൻ എൻ്റർടൈനിങ് ഫിലിം. മീരയുടെ ഒരു കംബാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മീരയാണ്. പിന്നെ പുതിയൊരു നടനെ കൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയെന്ന് എനിക്ക് പറയാം, അശ്വിൻ. പോരെ, അശോകൻ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്തു. അല്ല, ഈ സിനിമ തിയേറ്ററിനകത്ത് ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് പറയുന്നുണ്ട്. അത് ഇനി അങ്ങോട്ട് അടുത്തടുത്ത തിയേറ്റർ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാണ്, അത് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പിന്നെ ഞങ്ങളെ കുറേ പേര് വിളിച്ചും പറയാറുണ്ട് വേറെ തിയേറ്ററിൽ നിന്ന്. നമുക്ക് നോക്കാം എന്താ. ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. അടിപൊളി സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂവി അടിപൊളി. ഞാൻ VKP സാറിൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഒക്കെ കൂടെ നിർണായകം, അങ്ങനെയാണ് ഞാൻ VKP സാറിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാർ എന്നെ ഈ ഒരു സംഭവത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കുറേ കാലത്തിന് ശേഷം വീണ്ടും. പക്ഷേ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പടം കാണുക. ഒരു കംപ്ലീറ്റ് ഫൺ പടമാണ് പാലും പഴവും. മാത്രമല്ല തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസൊക്കെ വളരെ പോസിറ്റീവ് തന്നെയാണ്. എന്താ പറയുക, മീര ജാസ്മിനെ നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ, ഭയങ്കര രസമായിട്ട് മീര ജാസ്മിൻ പ്ലേ ചെയ്യുന്ന അതൊക്കെ ലൈക്ക് യുനോ അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിലത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ഞാൻ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് പറയല്ല, നിങ്ങൾ ഇത് വന്ന് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അത് ഇറ്റ്സ് എ ഫൺ പരിപാടി, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. സോ പ്ലീസ് പാലും പഴവും എന്തായാലും കാണുക എല്ലാവരും. ഇതല്ലേ മറ്റേ ആള്, ഈ പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം പൊളി പടമാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഫാമിലി ആയിട്ട് പോയിട്ട് അടിച്ച് പൊളിച്ച് എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ് പാലപ്പഴവും. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യമായിട്ടും അത് മറക്കാൻ പറ്റും നിങ്ങൾക്ക് ശരിക്കും പറയാം. കാരണം ശരിക്കും വന്നിരുന്ന് ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ്. അടിപൊളി ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. അത് പോയി കണ്ടു, എന്തായാലും എല്ലാവരും പോയി കാണണം. മസ്റ്റായിട്ടും കാണണം കേട്ടോ, മസ്റ്റായിട്ടും. പിന്നെ മീരാസ്മിൻ്റെ ഒക്കെ വൻ തിരിച്ചറിവാണ് ഇതിൽ. പഴയ രസതന്ത്രം, കസ്തൂരിമാൻ, അതിൻ്റെയൊക്കെ ഒരു വേറെ ആ ഒരു ഇത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു എനർജിയൊക്കെ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം പടം. പടം പോയി അടിച്ചു പൊളിക്കും. ഞാനുണ്ട് ഇതിൽ ചെറിയൊരു വേഷത്തിൽ. അപ്പോൾ എന്നെ കാണാൻ പറ്റും. എല്ലാവരും പോയി കാണാം, ദയവേത്. അടിപൊളി പടമാണ്, നല്ല പടമാണ്. VKPയുടെ പടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചേട്ടൻ പറ. ഈ ടീമിന്റെ പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. നിങ്ങൾ എല്ലാവരും കാണാം. പൊളിച്ചു. ചിരി തന്നെയാണ് ചിരി, മുടിഞ്ഞ ചിരിയായിരുന്നു. പിന്നെ ചമ്മലുണ്ട്, ചെറുതായ ചമ്മലുണ്ട്. ആറാട്ടണ്ണനെ തോപ്പിക്കാൻ വേണ്ടി അറിയാതാണോ? ഞാൻ പുതിയ ആളാണ്. അല്ലല്ല, ഇത് ഞാൻ കാര്യങ്ങൾ പറയണ്ട. അല്ല, ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ജൂനിയർ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പടം ഇവർക്ക്. അപ്പോൾ ഞാൻ ഈ പുള്ളിനെ മറ്റേ യൂട്യൂബിലൊരു ഇത് കണ്ടു. അപ്പോൾ രാവിലെ ചോദിച്ചു, നിങ്ങൾ യൂട്യൂബിന് ഇതാണോ എന്ന് ചോദിച്ചു. അല്ലേ? എന്തായാലും നല്ല പടമാണ്, സൂപ്പറാണ്. എല്ലാവരും കാണണം. ഫാമിലി വീഡിയോ കാണാം. എല്ലാവരും കയറി കാണണം. നല്ല സിനിമയാണ്, ചിരിക്കാൻ പറ്റുള്ളൂ. ഫാമിലി ആയിട്ട് കയറി കാണാൻ. തുടങ്ങിട്ട് ചിരിയാന്ന്, പൊട്ടിച്ച ചിരിയാണ്. നല്ല അടിപൊളി മൂവിയാണ്. ശരിക്കും ആത്മാർത്ഥതയാണ്. ഭയങ്കരമായിട്ട് കണ്ടടിക്കാൻ പറ്റുന്ന VK പ്രകാശ് VKP സാറിൻ്റെ മൂവി. അടിപൊളി മൂവിയാണ്. നല്ലൊരു എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് കാണണം. പാലും പഴം പോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ടൊരു മൂവിയാണ്. നമുക്ക് കയറുമ്പോൾ തുടങ്ങി ഇറങ്ങുന്നോടം വരെ ആ മൂടാതെ ചിരിക്കാം. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് എനർജി ബൂസ്റ്റ് ചെയ്ത് പോരാം. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. അല്ല, ഞാനെന്ത് പറയാനാ, ഇനി എല്ലാ ഓഡിയൻസ് ആണ് പറയുന്നത്. ബാക്കി എല്ലാവരും ഇല്ല നല്ലത് വരട്ടെ, പടം നന്നായിട്ട് വരട്ടെ. ഓഡിയൻസ് കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നല്ല മൂവിയായിരുന്നു. ഒരു ക്യൂട്ട്, നമ്മുടെ ദിലീപിൻ്റെ ഒരു പഴയ മൂവിയില്ലേ മീനത്തിൽ താഴത്തെ, ആ ഒരു ലൈക്ക് ഒരു ഓൾഡായ ഒരു പെണ്ണ് ലൈക്ക് ഒരു യങ് ആയിട്ട് മീര ജാസ്മിൻ്റെ കരിസ്മ ഭയങ്കര രസം. ഇപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ ആ രസതന്ത്രത്തിലൊക്കെ കണ്ട ആ ഒരു ഫീൽ രസമുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ക്യൂട്ട് റോം കോം ലവ് സ്റ്റോറി മൂവി, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ പേര് നല്ല രസമുണ്ടായിരുന്നു. കോമ്പിനേഷൻ അത്യാവശ്യം കോമഡീസൊക്കെ അത്യാവശ്യം ഉണ്ട്. ക്ലൈമാക്സും കൊള്ളായിരുന്നു. സോ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പോപ്കോൺ മൂവി കാണുമല്ല, ജസ്റ്റ് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫാമിലി മൂവി, നല്ല രസമുണ്ടായിരുന്നു. മീര ജാസ്മിൻ്റെ കരിസ്മ നല്ല രസമുണ്ടായിരുന്നു.
പാലും പഴവും പടം. അതായത് ഒരു ത്രൂ ഔട്ട് കോമഡി ഫിലിം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അഭിനയിച്ച കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അശ്വിൻ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ പണ്ടത്തെ മീര ജാസ്മിൻ ആ ഒരു ലെവല് ആ ലെവൽ എന്തായാലും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റി ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മീനത്തിൽ താലികെട്ട്. ആ പടത്തിൻ്റെ ഒരു സെയിം കഥ കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് വന്നത്. പക്ഷേ എന്നാലും അത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു മാറ്റം ആ പടത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, രസമായിട്ട് ചെയ്തത്. അതെ, ഫുൾ ത്രൂ ഔട്ട് കോമഡി പടമാണ്. എന്തായാലും തിയേറ്ററിൽ നമുക്ക് ഒരു എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു ഫാമിലി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും